ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം നമുക്ക് സാധാരണ കിട്ടാറുള്ള ഒരു ഗ്രേവി ഉണ്ട്. സൽന എന്നാണ് പറയാ, പ്ലെയിൻ സൽന. അതിന്റെ ഇപ്പൊ ചിക്കൻ സൽന, എഗ് സൽന, മറ്റ് വെജിറ്റബിൾ സൽന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വേറെ കറികൾ മേടിക്കുമ്പോഴും അതിന്റെ ഒപ്പം നമുക്ക് എപ്പോഴും ഒരു ചാറ് കിട്ടും, നല്ല ടേസ്റ്റ് ഉള്ളൊരു ചാറ്. ആ സംഭവമാണ് പ്ലെയിൻ സൽന. അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പം വേണമെങ്കിൽ ഒരു പിടി പിടിച്ച ചോറിന്റെ ഒപ്പം വേണമെങ്കിൽ യോജിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാനിത് പല രീതിയിലും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സൽനയും പ്രിപ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ഇവിടെ നോർത്ത് ഇന്ത്യൻ സൽനയ്ക്ക് അത്ര പ്രിയം പോരാ. ഞാനിപ്പോ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ വെറുതെ എഗ്, മറ്റ് സൽനകൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയില് നോക്കാം. ഇതിപ്പോ ഒരു പ്ലെയിൻ സൽനയാണ്, എന്നാൽ എഗ് ഒക്കെ പുഴുങ്ങിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെറുതെ ഒരു പ്രിപ്പറേഷൻ അല്ല, അത് ലാസ്റ്റ് ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അതേപോലെ പോയാലാണ്, അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാലാണ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പ്ലെയിൻ സൽന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് നാളികേരം ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. സോൾട്ട് വേണം. ഒരു 4 പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 2 സവാള, ചെറിയ സവാള നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കറുവാപ്പട്ടയും കറിയാമ്പൂ 2-3 എണ്ണം, 2 ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 7-8 നമ്മുടെ കാഷ്യൂ നട്ട്. ഇത് പൊട്ടിച്ചതായാണ് ഞാൻ ആ ഒരു അളവ് പറഞ്ഞത്. അത്ര എടുക്കണം നമുക്ക്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി വേണം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ ചിക്കൻ മസാലയാവാം. ഞാൻ അതിന് പകരം എടുത്തു വെച്ചിരിക്കുന്നത് മാഗിയുടെ ക്യൂബ്സ് ആണ് കേട്ടോ. അത് 2 ക്യൂബ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീരകം വേണം. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടുവെള്ളം വേണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില. ഇത് മസ്റ്റ് ആണ് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റിന് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മല്ലിയില തന്നെ നിർബന്ധമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമല്ല കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. നമ്മുടെ സൽന പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് നാളികേരത്തില് 1/2 കപ്പ് നാളികേരം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോണേ. അപ്പൊ നാളികേരം റോസ്റ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ ഒരു കളറിൽ മാത്രം കേട്ടോ. അല്ലാണ്ട് നല്ല എന്താ പറയാ, നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കരുത്. ഒന്ന് ചൂടാവാ, ആ ഒരു ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാറും നാളികേരത്തിന്റെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മുടെ പെരിഞ്ചീരകം, അതുപോലെ നട്ട്സ് ഇതിട്ടിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് ചൂടാക്കാം. അപ്പൊ 1 മിനിറ്റ് ചൂടായപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ചൂടായ ഈ നാളികേരവും നട്ട്സും ഇതൊക്കെ കൂടിയിട്ട് ഒരു മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമ്മള് ബാക്കി ഒരു 1/2 കപ്പ് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇടാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഞാനിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിവിടെ മാറിയിരിക്കട്ടെ. ഇനി നേരത്തെ ആ സെയിം പോട്ട് തന്നെ ഞാൻ തുടച്ചിട്ട് ആദ്യം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോ നമ്മൾ എടുത്തു വെച്ച മസാല, കറുവാപ്പട്ട, ഏലക്കായ, കറിയാമ്പൂ, ഇതൊന്ന് ചൂടാക്കാം.
മസാല ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഗോൾഡൻ കളറിലേക്ക് തന്നെ ഫ്രൈ ആയി വരണം കേട്ടോ. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗോൾഡൻ കളറ് ആക്കിയെടുക്കാൻ. ഓൾമോസ്റ്റ് ഗോൾഡൻ കളറ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. പ്ലെയിൻ സൽമ ആയതുകൊണ്ടാണ് കേട്ടോ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിന് കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നോൺ വെജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പൊ 1 ടീസ്പൂൺ മാത്രമാണ് നേരത്തെ ആഡ് ചെയ്തത്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി. അതിന് കൂടുതൽ ഇട്ടാൽ അതും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ക്യൂബ്സ്, അപ്പൊ 2 ക്യൂബാണ് ഞാൻ നേരത്തെ എടുത്തത്. ഇതല്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ, 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ പോണത് ജീരകം. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് നമ്മൾ എടുത്തു വെച്ചേക്കണത്. ഇനി നമ്മളതില് 2 ചെറിയ ടൊമാറ്റോ, അല്ല വെച്ച് ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്തത്. ഈ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ടൊമാറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചേക്കണ കോക്കനട്ട് മസാല നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ചൂടുവെള്ളം നമ്മള് ഒരു 3 കപ്പ് തൊട്ട് 4 കപ്പ് വരെ ആവാം കേട്ടോ. അപ്പൊ നമുക്കൊരു 3 കപ്പ് ആദ്യം ഒഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി ഒഴിക്കാം. അപ്പൊ ഞാൻ ടോട്ടല് ഒരു 3.5 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണ മല്ലിയില, ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ചു നേരം കുക്ക് ചെയ്യണം. അപ്പൊ ഫ്ലെയിം കൂട്ടി വെക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളികേരം അരച്ചു വെച്ചൊരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ റിയൽ സൽനയുടെ ടേസ്റ്റ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്, മിനിമം ഒരു 20 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരു 20 മിനിറ്റ്
ലോ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നാളികേരം അരച്ച ഒരു കറിയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് 20 മിനിറ്റ് വേവിക്കും. അപ്പൊ നമ്മുടെ സൽന ഇവിടെ ഇങ്ങനെ 20 മിനിറ്റ് ആയിട്ട് കേട്ടോ കറക്റ്റ് ഇരുന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തിളയ്ക്കുന്നു. അപ്പൊ നോക്കിയാൽ നിങ്ങൾ തിക്നെസ് കണ്ടോ, ഗ്രേവിയുടെ തിക്നെസ് ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മല്ലിയില അങ്ങനെ എന്താന്ന് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം, അല്ലെങ്കിൽ കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇനി ഒരു ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് എണ്ണയില് ചെറിയ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി ഇടണം. ഈ പാനില് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എടുക്കാം മുളക് പൊടി. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാക്കി നമുക്ക് ഇതിന്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.